കുർബാന തർക്കത്തിൽ പ്രതിഷേധിച്ച വൈദികർക്കെതിരായ പോലീസ് നടപടിയിൽ ശക്തമായ പ്രതിഷേധം. പോലീസിനെ സർക്കാർ മതപോലീസാക്കി മാറ്റിയെന്നും വിശ്വാസികൾക്കെതിരാണ് സർക്കാർ നിലപാടെങ്കിൽ രാഷ്ട്രീയമായി നേരിടുമെന്നും വൈദികർ മുന്നറിയിപ്പ് നൽകി. വയോധികരായ വൈദികരെ അടക്കം SP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വലിച്ചിഴച്ചുവെന്ന് വൈദികർ ആരോപിച്ചു. ബസലിക്കയ്ക്ക് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. ബിഷപ്പ് ഹൌസിൽ നിരാഹാരമിരുന്ന വൈദികരെ പോലീസ് മാറ്റിയതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് അൽമായ മുന്നേറ്റത്തിന്റെ തീരുമാനം. ജയകുമാർ നേതൃത്വത്തിൽ നൂറുകണക്കിന് പോലീസുകാർ അരമനയുടെ പല ഭാഗത്തു നിന്ന് വരികയും ഞങ്ങളുടെ അച്ഛന്മാരെ വലിച്ചിഴച്ച് പ്രായമേറിയ 78 വയസ്സായ സെബാസ്റ്റ്യൻ തളിയൻ അച്ഛൻ ഉൾപ്പെടെ ഉള്ളവരെ വലിച്ചിഴച്ച് അകത്തേക്ക് കൊണ്ടുവരിക ചെയ്തത്. ഇവിടുത്തെ സർക്കാർ ഈ പോലീസിനെ ഒരു മത പോലീസാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ ACP ജയകുമാർ വളരെ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞത് ഞാൻ അച്ഛന്മാർക്കെതിരല്ല, പക്ഷേ ഇവിടുത്തെ സർക്കാർ എറണാകുളം അതിരൂപതയിലെ 6.5 ലക്ഷം വിശ്വാസികൾക്കും 450ഓളം വരുന്ന വൈദികർക്കും ആയിരക്കണക്കിനുള്ള സന്യാസികൾക്കും എതിരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടുത്തെ സർക്കാർ ഞങ്ങൾ വൈദികർക്കെതിരെ എറണാകുളം അതിരൂപതയിൽ മുസ്തഫ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ അവിടെ? പ്രതിഷേധത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട്. കാര്യം ഈ ബസലിക്കയിൽ ചില വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. താൽക്കാലികമായി അത് ഒരു വിശുദ്ധ ചടങ്ങിനെ അലങ്കോലപ്പെടുത്തേണ്ടതില്ല എന്നുള്ളൊരു പൊതുവായ തീരുമാനത്തിന്റെ പേരിൽ അല്പസമയം ഈ പ്രതിഷേധം വലിയ മുദ്രാവാക്യങ്ങളും അതോടൊപ്പം തന്നെ ഈ റാലിയും അതോടൊപ്പം തന്നെ ബിഷപ്പ് ഹൌസിലേക്ക് തള്ളിക്കയറാനുള്ള നീക്കമൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ബസലിക്കയുടെ മുന്നിലും ബിഷപ്പ് ഹൌസിന് മുന്നിൽ കെട്ടിയ സമരപ്പന്തലിൽ മുദ്രാവാക്യം വിളി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പോലീസ് നടപടിയിൽ ഒരു തീരുമാനമാകുന്നത് വരെ സമരം തുടരുമെന്നാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റ സമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് രണ്ട് കാര്യമാണ്. ചർച്ച നടക്കണമെങ്കിൽ പോലും പോലീസ് ചെയ്ത നടപടി പൂർത്തിയാക്കട്ടെ. ഒന്നുകിൽ ബിഷപ്പ് ഹൌസിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടുവന്ന് ഈ ബസലിക്കയുടെ മുന്നിൽ ബസലിക്കയുടെ മുറ്റത്ത് ഈ വൈദികരെ ഇപ്പോൾ ഇരുത്തിയിരിക്കുകയാണ്. ആ നടപടി അറസ്റ്റാണെങ്കിൽ അത് അറസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ജയിലിൽ ഹാജരാക്കട്ടെ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി കോടതിയിൽ റിമാൻഡ് ചെയ്യട്ടെ. അതല്ലെങ്കിൽ തിരിച്ച് ഈ വൈദികരെ, ഈ പരിക്ക് ഉൾപ്പെടെ പറ്റിയിട്ടുള്ള വൈദികരെ തിരിച്ച് ബിഷപ്പ് ഹൌസിനുള്ളിൽ തന്നെ തിരിച്ചു കൊണ്ടുചെന്നാക്കണം. ഈ ഒരു നിലപാടാണ് ഇപ്പോൾ വൈദികർ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെ അൽമായ മുന്നേറ്റ സമിതി സ്വീകരിച്ചിരിക്കുന്നത്. കടുത്ത അവഹേളനമാണ്. പ്രത്യേകിച്ച് ഒരു മത പോലീസ് ചെയ്യുന്ന രൂപത്തിൽ അത് ACPയുടെ വാക്കുകൾ കൂടി കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്. അതായത് ഇത് സർക്കാരിന്റെ തീരുമാനമാണ് വൈദികർ പോലീസിനെതിരെ ഉയർത്തുന്നത്.